ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ട എ പത്മകുമാറിനെതിരെ ഇന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കും. നിർണായക പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെ പുറത്താക്കാനുള്ള തീരുമാനമാണ് എടുക്കുക. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കമ്മിറ്റിയെ അറിയിക്കും. പത്മകുമാറിനെതിരെയുള്ള നടപടി വൈകിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. റാഹിസ് റഷീദുണ്ട് വിവരങ്ങളുമായി. റാഹിസ് റഷീദ്, ഗുഡ് മോർണിംഗ്. റാഹിസ്, ഇന്നിപ്പോ സൗജന്യ യാത്രയ്ക്ക് സ്ത്രീകൾ ഇറങ്ങുമ്പോൾ ഈ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ പത്മകുമാറിന്റെ കാര്യത്തിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്ന നേരത്തെയുള്ള അഭിപ്രായം കുറ്റപത്രം സമർപ്പിച്ച് ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടതിന് ശേഷം നടപടി എന്നതായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാതെ തന്നെ പാർട്ടി ആ നടപടി എടുക്കുകയാണ്. തെറ്റിതിരുത്തൽ തുടങ്ങുന്നത് പത്മകുമാറിലാണെന്നാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെ പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയാൽ പത്മകുമാർ എങ്ങനെ പ്രതികരിക്കുമെന്നതും ഗൗരവമേറിയതല്ലേ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പത്മകുമാറിന്റെ കാര്യത്തിൽ CPIM-ന്റെ വിധി ഇന്ന് തന്നെ ഉണ്ടാകും. രാവിലെ 10 മണിക്ക് ശേഷമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുക. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച ആശയവിനിമയം പത്തനംതിട്ട ജില്ലാ നേതൃത്വമായി നടത്തിയിട്ടുണ്ട്. യോഗത്തിന് മുമ്പ് തോമസ് ഐസക്കും VN വാസവനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കണ്ട് പാർട്ടി നിലപാട് അറിയിക്കും. അതിനുശേഷമായിരിക്കും ജില്ലാ കമ്മിറ്റി യോഗത്തിലേക്ക് പോവുക. അവിടെ തന്നെ തീരുമാനമുണ്ടാകാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. അപ്പോഴും CPM-നെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, നേരത്തെ അരുൺകുമാർ ചോദിച്ച പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു മറുപടി ആയിരിക്കും ഇതിനുണ്ടാവുക എന്നതാണ്. ചില സൂചനകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹം ഒരു ആത്മകഥ എഴുതുന്നു. ആ ആത്മകഥയിൽ CPIM-നെയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയുമൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തലായി എഴുതും എന്നതാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം പത്മകുമാറുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ചിലപ്പോൾ അത് എഴുതും, അതിൻ്റെ പണിപ്പുരയിലാണ് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. രാവിലെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ആത്മകഥ എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞ പത്മകുമാർ വൈകുന്നേരം അത് എഴുതാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മളോട് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ പത്മകുമാറിനെതിരെ നടപടി വന്നാൽ പത്മകുമാർ തിരിച്ച് പാർട്ടിക്ക് പ്രതിരോധത്തിലാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഒരു വട്ടം CPIM-ന് കൈപൊള്ളിയതാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുമാണ് സ്ത്രീകളെ അവിടെ കയറ്റിയത്. അതിനുവേണ്ടി താനടക്കമുള്ള സ്ത്രീകൾ കയറുന്നതിന് എതിരായി നിലപാടുള്ള ആളുകളെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ എഴുതാൻ ആണ് പത്മകുമാർ കരുതുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇന്നലെ MV ഗോവിന്ദനോടും പിണറായി വിജയനോടും ചോദിച്ചപ്പോൾ അക്കാര്യത്തിലൊന്നും പാർട്ടിക്കൊരു ബേജാറുമില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് അവർ നൽകിയത്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്മകുമാർ പുറത്തേക്ക് പോകുന്ന പത്മകുമാർ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. യുവതീ പ്രവേശന സമയത്തെ ചില കാര്യങ്ങൾ, അതേപോലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദൈവതുല്യരാരാണ് എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ പത്മകുമാർ പുറത്തേക്ക് പറയാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ ദൈവതുല്യരെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് മാംസഭോജികളല്ല എന്തായാലും എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് തന്ത്രിയെക്കുറിച്ചാണ് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചത്. പക്ഷേ ജയിലിൽ പോയി തിരികെ വന്ന് പാർട്ടി പൂർണ്ണമായും കൈവിടുമ്പോൾ, ഇന്ന് CPM എന്നുള്ള മേൽവിലാസം തന്നെ ഇന്നത്തെ ദിവസം നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് പത്മകുമാർ പ്രതികരിക്കുക എന്നതിൽ ഒരു രാഷ്ട്രീയ ആകാംക്ഷയുണ്ട്.